പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ശ്രുതിയുടെ വെല്ലുവിളികൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അശ്വിനെ. മാത്രവുമല്ല, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം അശ്വിൻ്റെ മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്കാണ് അശ്വിനെ ഉപേക്ഷിച്ചുകൊണ്ട് ലാവണ്യ പോകുന്നത്. ഈ കാര്യം അറിയാൻ ഇടയായതിനെ തുടർന്ന് ലാവണ്യയെ തിരികെ വിളിക്കണം എന്നുള്ള കാര്യം അശ്വിനോട് ശ്രുതി ആവശ്യപ്പെടുകയും നിങ്ങളുടെ കല്യാണം നടത്തി കൊടുക്കാം എന്നുള്ള വാഗ്ദാനം താൻ നൽകിയതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം അശ്വിൻ തുറന്നു പറഞ്ഞത് ശ്രുതിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. മാത്രവുമല്ല, താൻ ലാവണ്യയെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ അശ്വിൻ. അപ്രതീക്ഷിതമായ ഈ കാര്യം ശ്രുതിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ലാവണ്യ ശ്രുതിയെ കാണുന്നതിനായി ഓഫീസിലേക്ക് വരുന്നത്. താൻ തൽക്കാലത്തേക്ക് ഓഫീസിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് എന്നും ഇവിടെയുള്ള ആരോടും തനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് വ്യക്തമാക്കുന്ന ലാവണ്യ തന്നെ നല്ലൊരു സുഹൃത്തായി കാണണമെന്നും ശ്രുതിയുടെ സഹായത്തിന് താൻ ഫോൺ ചെയ്യാം എന്നുമുള്ള കാര്യം തുറന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.